നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എങ്ങനെ താമരമുട്ട് വീട്ടിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഈ താമരയുടെ സീഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ വാങ്ങിച്ചതാണ് ഞാൻ. അതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ നട്ട് വളർത്താമെന്നുള്ള വീഡിയോ ആണ്. ഇതിപ്പോൾ ഞാൻ 2 ആഴ്ച ആയിട്ട് എങ്ങനെയാണ് അതിൻ്റെ വളർച്ച എന്നുള്ളതാണ് ആ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇന്ന് ഇട്ടിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. പിന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ താമര വിത്തിൻ്റെ അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന ഭാഗം ഏതെങ്കിലും കല്ലിൽ ഉരയ്ക്കുക. ഇതിന് അകത്തുള്ള സ്കിൻ കളർ കാണുന്നത് വരെ ഉരയ്ക്കുക. നിറം കാണുന്നതുവരെ വിത്ത് ഉരയ്ക്കുക. ഉരച്ച വിത്തുകൾ വെള്ളം നിറച്ച് ഒരു പാത്രത്തിലേക്ക് ഇടുക. 3 ദിവസത്തിന് ശേഷം വെള്ളം മാറ്റുക. നാലാമത്തെ ദിവസം മുളച്ച താമര വിത്തുകൾ ഞാൻ വെള്ളം നിറച്ച വലിയ ഒരു ബേസിനിലേക്ക് മാറ്റി. 8ാമത്തെ ദിവസം ഇതിലേക്ക് 4 ഇലകൾ വരികയുണ്ടായി. 10ാം ദിവസം ബേസിനിലേക്ക് മണ്ണും ആട്ടിൻ കാഷ്ടവും മിക്സ് ചെയ്ത മിശ്രിതം ഇട്ട് ഉറപ്പിച്ചു. ആട്ടിൻ കാഷ്ടവും മണ്ണും നല്ലതുപോലെ മിക്സ് ചെയ്യണം. മണ്ണ് നിറച്ച ബേസിനിലേക്ക് താമര വിത്തുകൾ ശ്രദ്ധാപൂർവം ഇറക്കി നടുക. ഒരു ചുടുകട്ടയുടെ മേലിൽ ഒരു ചിരട്ട വയ്ക്കുക. അതിലേക്ക് സാവധാനം വെള്ളം ഒഴിക്കുക. അതിവേഗത്തിൽ വെള്ളം ഒഴിച്ചാൽ വെള്ളം കലങ്ങും. വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൽ വച്ചിരുന്ന ചുടുകട്ടയും ചിരട്ടയും എടുത്തു മാറ്റുക. അതിൻ്റെ പുറത്ത് പൊങ്ങിക്കിടക്കുന്ന അവശിഷ്ടങ്ങൾ എടുത്തു മാറ്റുക. വെള്ളം തെളിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാം. അതുകൊണ്ട് കൊതുക് മുട്ടയിടുന്നത് നമുക്ക് തടയാം. മാസം കഴിയുമ്പോൾ ഇതിലേക്ക് മനോഹരമായ താമരപ്പൂക്കൾ വിരിയും. ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ആവശ്യമാണ്.